നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പൂരനക്ഷത്രക്കാർ ഈ വർഷം എന്ത് കാര്യം ചെയ്താലും അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ വർഷം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ജോലി ചെയ്യുന്നവരുടെ അവരുടെ ജോലി സ്ഥലത്തും ആ ജോലി കാര്യത്തിലും ക്ഷമയും ആ ഡയറക്റ്റ് സൂപ്പർവിഷനും തീർച്ചയായിട്ടും കൊടുത്താൽ ജോലിയിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ ഈ വർഷം അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട ജോലി ഒരു കാരണവശാലും അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. അവർ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരുടേതായ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു സുഖകരവും സന്തോഷകരമായ കുടുംബസ്ഥിതിയിലേക്ക് വരും. അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കടം എടുക്കുന്നത് അല്ലെങ്കിൽ ഓവർ എക്സ്പെൻസ് ഒക്കെ വരുത്തി വയ്ക്കുന്നുണ്ട്, അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ നക്ഷത്രക്കാർ അവരുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ അഭിപ്രായവും ഉപദേശവും കേട്ട് മുന്നോട്ട് പോയാൽ, അത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയി ആ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ ചെയ്താൽ അതിലൂടെ കുടുംബത്തിൽ വളരെ നല്ല ഒരു അന്തരീക്ഷമായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ബിസിനസ് ഉയർന്നു വരും. അത് എത്രമാത്രം ഉയർന്നു വരണമെന്ന് ഈ നക്ഷത്രക്കാരുടെ ഹാർഡ് വർക്ക് അനുസരിച്ച് തന്നെ. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഹൈ ലെവലിലേക്ക് ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് ലോൺ അല്ലെങ്കിൽ മറ്റു കടങ്ങളൊക്കെ കൃത്യമായിട്ട് ഓൺ ടൈമിൽ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏറ്റവും കൂടുതലായിട്ട് അവർ ഈ വർഷം പാലിക്കേണ്ടത് ക്ഷമയാണ്. ആ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എടുത്തുചാട്ടമോ മറ്റ് കടുകെട്ടിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരും. അതുകൊണ്ട് ക്ഷമിച്ചു തന്നെ ആ അവസരം നോക്കി തന്നെ അവർക്ക് അത് മുതലെടുക്കാനും അതിലൂടെ അവർക്ക് അതിജീവിക്കാനും സാധിക്കും. മീഡിയയിലും സിനിമാ മേഖലയിലും ഉള്ളവർ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. ആ രീതിയിൽ ഉപയോഗിച്ചാൽ അവർക്ക് വരാൻ പോണ അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള അവരുടെ വാക്കുകൊണ്ട് ആ വാക്ക് അവർക്ക് തന്നെ വിനയായിട്ട് വരുന്ന സാഹചര്യങ്ങൾ, അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിപ്പയറൊക്കെ ഉണ്ടെങ്കിൽ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് വയ്ക്കാതെ കഴിവതും കയ്യോടെ തന്നെ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സമയങ്ങളിലായിരിക്കും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരിക. ആരോഗ്യ സംബന്ധമായിട്ട് ജനിതക വൈകല്യം, സൈനസായിട്ട് ബന്ധപ്പെട്ടത്, ഈ പ്രാണികളിൽ നിന്നുള്ള കടി, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. രക്തക്കുഴലായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതുപോലുള്ള അസുഖങ്ങളും ഉപദ്രവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്.